അൻസിബ, നിരഞ്ജൻ നമ്മളിതാ ഗെയിമും വിശേഷങ്ങളൊക്കെ ആയിട്ട് രസമായിട്ട് പോയി. നിരഞ്ജന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോ വീട്ടില് പൊതുവെ ഒരുപാട് സിനിമ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു സ്ക്രിപ്റ്റ് നിരഞ്ജന് വന്നു കഴിഞ്ഞാൽ സ്വന്തം ഡിസിഷൻ ആയിരിക്കുമോ അതെയോ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പെർമിഷൻ അല്ല അവരുടെ അടുത്തൊരു ഡിസ്കഷൻ ഒക്കെ നടക്കും? പിന്നെ അച്ഛൻ ചോദിക്കാറുണ്ടോ ഇതെന്ത് കഥയാണ്, ഇത് എന്ത് ക്യാരക്ടറാണ്, നീ എന്താ ചെയ്തു വെച്ചിരിക്കണം, അങ്ങനെയൊക്കെ? സിനിമ കണ്ടിട്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ചീത്ത പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞു എന്ത് ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയും. പിന്നെ എനിക്ക് വരുന്ന അങ്ങനത്തെ ലൈക്ക് ഇപ്പം ഞാൻ ബോബി എന്ന് പറഞ്ഞ പട സിനിമ അഭിനയിച്ച സമയത്തൊന്നും അങ്ങനെ ആർക്കും അറിഞ്ഞൂടാ എന്നെ. ബോബി ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ ഡ്രാമ എന്ന് പറഞ്ഞ പടത്തിൽ രഞ്ജിത്ത് സാറിന്റെ പടം. അപ്പം അതുകൊണ്ട് വളരെ അങ്ങനെ വലിയ രഞ്ജിത്ത് സാർ അല്ലാതെ ഞാൻ അങ്ങനെ വേറെ വലിയ ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പൊ കുറെ നമുക്കറിയാലോ കുറെ പ്രഗത്ഭരായ ഡയറക്ടേഴ്സ് ഉണ്ട് മലയാളത്തിൽ, അവരായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഈ ഫൈനൽസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല സ്ക്രിപ്റ്റുകളൊക്കെ വന്നപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ പറയും ഇത് അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അതെ. അൻസിബയുടെ ഫാമിലിയെ കുറിച്ചിട്ട് പറയൂ. കാരണം വേറെ ആരും വീട്ടിൽ അങ്ങനെ കലാകാരൻ, ഉമ്മ എന്തെങ്കിലും പാട്ട് ഡാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങളെ ഫാമിലിയിൽ വേറെ ആരുമില്ല. ഞാൻ ആസ്വാദകരാണ് നിങ്ങൾ, കല ആസ്വാദകരാണ്. അപ്പൊ അൻസിബ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം നോ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഫാമിലിയിൽ നിന്ന് ആരും നോ പറഞ്ഞിട്ടില്ല. മീൻസ് എന്റെ പേരൻസോ എന്റെ സിബ്ലിങ്സോ ആരും പറഞ്ഞിട്ടില്ല. ആരാണ് നോ പറഞ്ഞ വ്യക്തി? നോ പറഞ്ഞ വ്യക്തികളല്ല, നോ പറഞ്ഞ ചിലരുണ്ടാവും. ഇപ്പൊ നമ്മൾ കേൾക്കാതെ ആയിരിക്കും നോ പറയുന്നത്. നമ്മുടെ മുഖത്ത് വന്ന് പറയാനോ നമ്മുടെ മുന്നിൽ വന്ന് നോ പറയാനോ ധൈര്യം ഉണ്ടാവില്ല അല്ലെ? അങ്ങനെയുള്ള അല്ലാതെ എന്റെ മുന്നിൽ വന്നിട്ട് ആരും നോ പറഞ്ഞിട്ടില്ല. എനിക്ക് സിനിമ കണ്ടപ്പോൾ അവര് ഒന്നും സിനിമ കണ്ടപ്പോൾ വളരെ ഈ നോ പറഞ്ഞ പലരും വിളിച്ചിട്ട് വളരെ പ്രൗഡായിട്ടുണ്ട്, മനസ്സ് മാറിയവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ശരി, ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വന്നപ്പോ കുറെ ഗെയിംസ് കളിച്ചല്ലോ. നിങ്ങൾ പൊതുവെ എങ്ങനെയാണ് ഗെയിംസ് ഒക്കെ? ഇൻഡോർ ഗെയിംസ് ആണോ ഔട്ട്ഡോർ ഗെയിംസ് ആണോ, എങ്ങനെയാണ്? സ്പോർട്സിൽ താല്പര്യമുള്ള ആൾക്കാരാണ്? ഞാൻ സ്പോർട്സിൽ നല്ല താല്പര്യമുള്ള ആളാണ്. ഏതാ? ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ടെന്നീസ്? ഫുട്ബോള്, ക്രിക്കറ്റ്, ലൈക്ക് ടെന്നീസ് ആണ് ഇപ്പം കുറെ നാളായിട്ട് ടെന്നീസ് മാത്രമേ നടക്കുന്നുള്ളൂ. മറ്റേ ഫുട്ബോൾ പോയി കളിയുമ്പോൾ കുറെ ആൾക്കാരും അങ്ങനെ സംഭവങ്ങളും. ഈ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ആളാണോ? ആണ്. പക്ഷെ ഇപ്പൊ ലോക്ക്ഡൌണിലെ ജിമ്മൊന്നും ഇല്ലാത്ത കഷ്ടം. വീട്ടിൽ ചെയ്തൂടെ? വീട്ടിൽ ചെയ്യുന്നത് പോലെ അല്ല, പ്രോപ്പർ മെഷീൻസ് ഒന്നും ഇല്ലാതെ സംഭവങ്ങളൊന്നും ഇല്ല. പുഷപ്പ് എടുക്കാം എന്നല്ലാതെ നമുക്കൊരു മോട്ടിവേഷൻ ഇല്ല. പിന്നെ ജിമ്മിൽ പോകുമ്പോൾ കാണാൻ കൊള്ളാത്ത പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ ജിമ്മിൽ കാണുമ്പോ നമുക്കൊരു എനർജി. അപ്പൊ നമ്മൾ ഇങ്ങനെ മറ്റേ സാധനമൊക്കെ എടുക്കുമ്പോ അവര് നോക്കും എന്നുള്ളത് ഒരു സംഭവം വരും അല്ലേ? അവര് നോക്കൂല, എന്നാലും നമ്മുടെ ഉള്ളിലൊരു മോട്ടിവേഷൻ അവരെപ്പോഴെങ്കിലും നോക്കും, അറിയാതെ നോക്കിയാലോ. അതെ, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം. ഈ ലുക്ക് മാറ്റുന്ന കാര്യം അങ്ങനെ നിങ്ങൾ മനസ്സിൽ എന്റെ മുടി ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ എനിക്കൊരു അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും മനസ്സിൽ? എനിക്ക് രണ്ട് സ്റ്റൈലേ എപ്പോഴും ഉള്ളൂ. കാരണം എന്റെ മുടി വളർന്നാൽ എപ്പോഴും അച്ഛന്റെ സ്റ്റൈലായി. പിന്നെ ഉള്ളത് വെട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാലോ. മുട്ടടിച്ചിട്ടുണ്ടല്ലോ. മുട്ടയടിച്ച ഭംഗി ഉണ്ടാവും കാണാൻ? കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്താലും സുന്ദരനാണെന്ന് കേടാ. എന്ത് ചെയ്താലും ഒരുപോലെ അടിപൊളി.